നല്ല ജലദോഷവും കഫക്കെട്ടും രാവിലെ തന്നെ എണീറ്റ് വേഗം പോയി ഡോക്ടറെ അടുത്തേക്ക്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കിട്ടോ. 56ാമത്തെ ടോക്കണാണ് നമുക്ക് കിട്ടിയത്. രാവിലെ തന്നെ എണീറ്റ് ചായ പോലും കുടിക്കാണ്ട് പോകുന്നതാണ്. ഏതായാലും വേണ്ടില്ല, ടോക്കണൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി നല്ല ദോശ സെറ്റും ചായ കുടിച്ച് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നിട്ടോ. അങ്ങനെ കുറെ സമയം വെയിറ്റ് ചെയ്ത് ഏകദേശം 1:30 മണിയൊക്കെ ആയിട്ടോ നമുക്ക് ഡോക്ടറെ കാണിക്കാനായപ്പോൾ. അങ്ങനെ മരുന്നിന്റെ ഷീറ്റൊക്കെ ആയിട്ട് ഫാർമസിയിൽ പോയപ്പോൾ ഒരു സഞ്ചി നിറച്ചും മരുന്ന് തന്നിട്ടോ. അതുമായിട്ട് റൂമിലേക്ക് എത്തി. ഉച്ചക്ക് കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ വേഗം ചോറ് വെച്ച് എന്നിട്ട് സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ വെളിച്ചെണ്ണയിൽ നല്ലോണം താളിച്ചിട്ട് അതിലേക്ക് ചോറൂട്ട് ഒന്ന് നല്ലോണം വറവിട്ട് എടുത്തിട്ടോ. എന്നിട്ട് കുക്കുംബറും ക്യാരറ്റും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചൊന്ന് സെറ്റ് ആക്കി എടുത്ത് അങ്ങനെ ഉച്ചകത്തെ ഫുഡ് സെറ്റ് ആയി കിട്ടി. അങ്ങനെ വേഗം ചോറൊക്കെ കഴിച്ചിട്ടോ. രാത്രിയായപ്പോൾ വീണ്ടും നല്ല വിശപ്പ് തുടങ്ങിട്ടോ. ഏതായാലും ഒരു സ്പെഷ്യൽ കഞ്ഞി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചോറുണ്ടാക്കാൻ 1/2 ഗ്ലാസ് അരി എടുത്ത് നല്ലോണം കേകി കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കുറച്ച് പയറും 2 വെളുത്തുള്ളിയും കുറച്ച് ഉലുവയും ആവശ്യത്തിനുള്ള ഉപ്പും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒരു 3-4 വിസിലടുപ്പിച്ച് നല്ലോണം വേവിച്ചെടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് നല്ലോണം അവിടെ മൂടി വെച്ച് എന്നിട്ട് പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചപ്പോൾ എൻ്റെ ചെങ്ങൈമാരെ സൂപ്പർ കഞ്ഞിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.